സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് സ്വർണ്ണക്കപ്പ് തൃശൂരിന് എന്നുള്ള വാർത്ത വരുന്നു. 1008 പോയിന്റോടെയാണ് സ്വർണ്ണക്കപ്പ് ഇപ്പോൾ തൃശൂർ നേടിയിരിക്കുന്നത്. പാലക്കാടിന് സ്വർണ്ണക്കപ്പ് നഷ്ടമായത് ഒറ്റ പോയിന്റിനാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നടന്നത്. ഒടുവിൽ ഇന്ന് 5ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ തൃശൂർ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു. 1008 പോയിന്റോടെയാണ് തൃശൂരിന്റെ ഈ നേട്ടം. പാലക്കാട് തൊട്ടു പിന്നിൽ ഉണ്ടായിരുന്നു. 1 പോയിന്റിനാണ് പാലക്കാടിന് സ്വർണ്ണക്കപ്പ് നഷ്ടമായിരിക്കുന്നത്. സ്കൂൾ കലോത്സവം തുടങ്ങിയ ദിവസം മുതൽ നമ്മൾ വേദിയിൽ കണ്ടത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ കണ്ണൂരിന്റെയും കോഴിക്കോടിന്റെയും ഒക്കെ ആധിപത്യം നമ്മൾ കണ്ടു. തൊട്ടുപിന്നിൽ അപ്പോഴും തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ 5ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂർ കപ്പുയർത്തുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിന് 1008 പോയിന്റോടെയാണ് തൃശ്ശൂരിന്റെ ഈ നേട്ടം. പാലക്കാട് തൊട്ടുപിന്നിൽ ഉണ്ട്. 2ാം സ്ഥാനത്താണ് പാലക്കാട്. അവർക്ക് ഒറ്റ പോയിന്റിന് സ്വർണ്ണക്കപ്പ് നഷ്ടമായിരിക്കുന്നു. അപ്പോൾ 1007 പോയിന്റാണ് പാലക്കാട് നേടിയിരിക്കുന്നത്. 1008 പോയിന്റോടെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കുകയാണ് തൃശ്ശൂർ. വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂരിലേക്ക് ഈ സ്വർണ്ണക്കപ്പ് എത്തുന്നത്. ഇപ്പോൾ കലാകിരീടം തൃശ്ശൂരിന് സ്വന്തമായിരിക്കുന്നു. സലീം മാലിക് ചേരുന്നുണ്ട് കലോത്സവ വേദിയിൽ നിന്ന്. സലീം, അങ്ങനെ സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിന് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ ആവേശം അതിന്റെ പരകോടിയിലെത്തിയ കലോത്സവത്തിൽ അതിന്റെ ഏറ്റവും ഒടുവിൽ കലാകിരീടം തൃശ്ശൂരിലേക്ക്. അതിന്റെ ഏറ്റവും അവസാന മത്സരം വരെ നീണ്ട ട്വിസ്റ്റിനൊടുവിൽ, ആന്റി ക്ലൈമാക്സുകൾക്കൊടുവിൽ കോഴിക്കോടിനെയും പാലക്കാടിനെയും കണ്ണൂരിനെയും മറികടന്ന കലാകിരീടം തൃശ്ശൂരിലേക്ക്, സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിലേക്ക് പോകുന്നു. 1999 ശേഷം തൃശ്ശൂർ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്നു. അതും വെറും ഒരു ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട് അവിടെ നിന്ന്. ഷഹദ്, തൃശൂർ ടീം ഷഹദിനൊപ്പമുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം തൃശൂർ കപ്പെടുക്കുകയാണ്. അവരുടെ പ്രതികരണം എങ്ങനെ ഷഹദ്? അങ്ങനെ 25 വർഷത്തിന് ശേഷം തൃശ്ശൂര് ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കപ്പ് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നു. 1008 പോയിന്റുമായി തൃശ്ശൂർ ഇത്തവണത്തെ സ്വർണ്ണ കപ്പ് അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ആദ്യ പ്രതികരണം? അടിച്ചു മോനെ, അടിച്ചു. പക്ഷേ നമുക്കൊരു ട്വിസ്റ്റ് സംഭവിച്ചത് എവിടുന്ന? നമുക്കത് ട്രിപ്പിൾ ജാസ് വന്നതോടുകൂടിയിട്ടാണ് നമ്മുടെ ഇത് മാറിയത്, ഫേസ് മാറിയത്. അതുവരെ മൊത്തത്തിൽ മാറി. നമ്മൾ വല്ലാണ്ട് ഡൗൺ ആയി പോയിരുന്ന ഒരു സമയത്ത് നമ്മൾ സെക്കൻഡിലേക്ക് മാറിയപ്പോൾ അത് കഴിഞ്ഞ് ട്രിപ്പിൾ ജാസിന്റെ റിസൾട്ട് വന്നതോടുകൂടിയാണ് നമുക്ക് ശരിക്കും സത്യം പറഞ്ഞ ശ്വാസം വീണത്. നമ്മളിത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ പറഞ്ഞു നടന്നിരുന്നതാണ്. അവിടെ നിന്ന് പെട്ടെന്ന് അത് അങ്ങോട്ട് സെക്കൻഡിലേക്ക് പോയപ്പോൾ എവിടെ നമ്മളെ ബാക്കി ടീം അംഗങ്ങളൊക്കെ എല്ലാവരും വാ. അപ്പം നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഇനി ആ സ്വർണ്ണ കപ്പ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടി കട്ട വെയിറ്റിംഗിലാണ്. അല്പസമയത്തിനകം ടൊവിനെയും അതുപോലെ തന്നെ ആസിഫ് അലിയും ഉൾപ്പെടെയുള്ള താരങ്ങളെത്തും. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെത്തും. അങ്ങനെ താരസമ്പന്നമായ ഒരു വേദിയിലാണ് 25 വർഷത്തിന് ശേഷം തൃശ്ശൂരെ കപ്പടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കൊപ്പം ഉള്ളത് അധ്യാപകരാണ്. ഈ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഈ ദിവസങ്ങളിൽ അത്രയും രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് സ്വർണ്ണ കപ്പിനായി പോരാടിയിട്ടുള്ളത്. കുട്ടികളും അല്പസമയത്തിനകം ഇപ്പോൾ ഇവിടേക്ക് എത്തും. പല വേദികളിൽ പല പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ വിവിധ വേദികളിൽ നിന്നായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ മെയിൻ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം വിദ്യാർത്ഥികൾ കൂടി എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊടി പൂരമായിരിക്കും. നമുക്കറിയാം തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിന് ഒട്ടും പഞ്ഞമില്ലാത്ത ഒരു ഇടമാണ്. അത് നമ്മൾ പല വേദികളിൽ പല സമയങ്ങളിൽ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇരട്ടി മധുരത്തോടു കൂടി അല്ലെങ്കിൽ ഇരട്ടിയായിട്ടുള്ള മത്സരമായിരിക്കും. മാഷെ എങ്ങനെ കൺവീനറാണ്, വലിയ ഉത്തരവാദിത്തമായിരുന്നു. തൃശ്ശൂരിലേക്ക് വണ്ടി കയറുന്ന സമയത്ത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ മുതൽ ഈ സമയം വരെ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഫലപ്രഖ്യാപനം വന്നിരിക്കുന്നു. 1008 പോയിന്റ്. തൃശ്ശൂർ 25 വർഷത്തിന് ശേഷം കപ്പ് തൃശ്ശൂർക്ക് കൊണ്ടുപോവാണ്. വളരെ സന്തോഷമുണ്ട്. കുറേ നാളായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. അല്ല, ജനപ്രതിനിധികൾ ഉൾപ്പെടെ സംവിധാനങ്ങളെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഫലം കൂടി ഒരു ടീം വർക്കിന്റെ ഫലമാണ്. അപ്പം മേഘന, നമുക്ക് ഇങ്ങനെ വിട്ടാൽ മതിയോ? ആഘോഷിക്കണ്ടേ? വിഷമമുണ്ട്. ഞങ്ങള് 1010 ആ ഒരു മാജിക് നമ്പർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 1010 എന്ന നമ്പറിലോട്ട് എത്തും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. എന്തായാലും ഞങ്ങൾ അപ്പീൽ പോവും, ഹയർ അപ്പീൽ എത്തിച്ചേരും. അപ്പം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? അപ്പൊ എങ്ങനെ ആഘോഷിക്കുന്നേ? നമ്മുടെ തൃശ്ശൂർ സാധാരണ പറഞ്ഞ പോലെ തന്നെ
ആർപ്പാ